അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ബ്ലഡ് എന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബ്ലഡ്, അനാട്ടമി, ഫിസിയോളജി ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് RBC. ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കാണുന്നത് ബ്ലഡിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. Blood is a liquid connective tissue that consists of cells surrounded by a liquid extracellular matrix. The extracellular matrix is called blood plasma and it suspends various cells and cell fragments. Interstitial fluid is the fluid that binds body cells and is constantly renewed by the blood. ഇപ്പം ഡെഫിനേഷൻ എന്താണ്? ബ്ലഡ് ഒരു ലിക്വിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. അവിടെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സെൽസ് ഉണ്ട്, സെൽ ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഈ ബ്ലഡ് പ്ലാസ്മയാണ് ലിക്വിഡ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽസിന്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, ഇൻറ്റർസ്റ്റിഷ്യൽ സ്പേസ്. അവിടെയുള്ള ഫ്ലൂയിഡ് ആണ് ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് കോൺസ്റ്റന്റ്ലി റിന്യൂ ചെയ്യുന്നത് ബ്ലഡ് ആണ്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ഇത് കണ്ടോ, ഈ ഫീമെയിൽ ബോഡിയിൽ ഈ 55% ആണ് ഫ്ലൂയിഡ്, മെയിൽ ബോഡിയിൽ 60% ആണ് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിൽ 2/3 വരുന്ന ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡും 1/3 വരുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ആണ്. ഈ 1/3 മേജർ ആയിട്ടുള്ള പോർഷൻ എന്ന് വെച്ചാൽ 80% ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡും 20% പ്ലാസ്മയാണ്. അപ്പം ഈ ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ് എന്താ ചെയ്യുന്നേ? ഈ ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ് സെൽസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് അതിനെ ക്ലിയർ ചെയ്യുന്നത് പ്ലാസ്മയാണ്. ബ്ലഡ് പ്ലാസ്മയാണ് ഈ ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡുള്ള വേസ്റ്റ് പ്രൊഡക്റ്റിനൊക്കെ ക്ലിയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് ബ്ലഡിന്റെ ഫങ്ഷൻസും പിന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ആണ്. അപ്പോൾ ഫങ്ഷൻസ് നമുക്കറിയാം: ട്രാൻസ്പോർട്ടേഷൻ, റെഗുലേഷൻ, പ്രൊട്ടക്ഷൻ. ഇതാണ് 3 മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂട്രിയൻസ്, ഹോർമോൺസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. റെഗുലേഷനിൽ എന്തൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? pH, ടെമ്പറേച്ചർ, ഫ്ലൂയിഡ് ബാലൻസ്, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ബ്ലഡ് ആണ്. പിന്നെ പ്രൊട്ടക്ഷൻ, നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ക്ലോട്ടിംഗ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സ്ലൈഡിൽ പഠിക്കും. പിന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ 38°C ആണ്. റെക്ടൽ ടെമ്പറേച്ചറിനേക്കാളും 1°C കൂടുതലായിരിക്കും ബ്ലഡിന്റെ ടെമ്പറേച്ചർ. പിന്നെ pH 7.35 തൊട്ട് 7.45 ആണ്. പിന്നെ ബ്ലഡ് വോളിയം ഇൻ മെയിൽ 5 to 6 ലിറ്റേഴ്സും ഫീമെയിൽ 4 to 5 ലിറ്റേഴ്സും ആണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡിന്റെ കമ്പോണൻസിനെ കുറിച്ചാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ ബ്ലഡിന്റെ കമ്പോണൻസ് ഡെൻസിറ്റിക്ക് അനുസരിച്ച് മീൻസ് സെപ്പറേറ്റഡ് ആകും. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ടോട്ടൽ ബോഡി വെയ്റ്റിന്റെ 8% ബ്ലഡ് വരുന്നത്. അതിൽ നമ്മളിങ്ങനെ പ്ലാസ്മ 55 ഉണ്ട്, ഫോംഡ് എലമെന്റ്സ് 45 ഉണ്ട്. അപ്പോൾ ഡെൻസിറ്റി കൂടിയ കമ്പോണന്റ് താഴെയും ഡെൻസിറ്റി കുറഞ്ഞ കമ്പോണന്റ് മുകളിലുമാണ് വരുന്നത്. പ്ലാസ്മ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രോട്ടീൻസ്, വാട്ടർ, അതർ സൊല്യൂട്ട്. പ്രോട്ടീൻസിൽ വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ആൽബുമിനും ഏറ്റവും കുറവ് വരുന്നത് പ്രോത്രോംബിനുമാണ്. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് <1% ആണ്, ലുക്കോസൈറ്റ്സ് <1% ആണ്. പിന്നെ എറിത്രോസൈറ്റ് ആണ് >99. ലൂക്കോസൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ന്യൂട്രോഫിൽസ് ആണ്. പിന്നെ ലിംഫോസൈറ്റ്, മോണോസൈറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. ബേസോഫിൽ ആണ് ഏറ്റവും കുറവ് വരുന്നത്. ഇനി ഇതിനകത്ത് അതർ സൊല്യൂട്ട്സ് ഉണ്ട് പ്ലാസ്മയിൽ. അതിൽ അയൺസ്, ന്യൂട്രിയൻസ്, വേസ്റ്റ് പ്രൊഡക്റ്റ്, റെഗുലേറ്ററി സബ്സ്റ്റൻസ് ഇതൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫോംഡ് എലമെന്റ്സിന്റെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിൽ കൂടെ നമ്മൾ RBC,
പ്ലേറ്റ്ലെറ്റ് വൈറ്റ് ബ്ലഡ് സെൽ അതിൻ്റെ ഇമേജ് നോക്കുന്നതാണ്. ഇപ്പം ഇതാണ് RBC, ബൈക്കോൺകേവ് ആയിട്ടുള്ള ഷേപ്പുള്ള RBC. ഇത് WBC, പിന്നെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ സെൽ ഫ്രാഗ്മെന്റ് ആണ്. ഇത് മൂന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതൊരു ബ്ലഡ് സ്മിയർ ഉണ്ട്, അത് മൈക്രോസ്കോപ്പിക്കൂടെ വ്യൂ ചെയ്യുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ RBC ഉണ്ട്, ഇത് ഈ ബ്ലൂ കളറുള്ളത് WBC ആണ്. പിന്നെ കുഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്, അതാണ് പ്ലേറ്റ്ലെറ്റ്. ഈ രണ്ട് വ്യൂ ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ആണ് ഇനി അടുത്ത് നമ്മൾ ടോപ്പിക് കവർ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്, ഇത് പ്രോസസ് ബൈ വിച്ച് ഫോംഡ് എലമെന്റ്സ് ഓഫ് ബ്ലഡ് ഡെവലപ്പ് ഈസ് കോൾഡ് ഹീമോപോയിസിസ്. ബ്ലഡിൽ ഫോംഡ് എലമെന്റ്സ് ഫോം ചെയ്യുന്ന എന്ന് വെച്ചാൽ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹീമോപോയിസിസ് ഓർ ഹെമാറ്റോപോയിസിസ്. Before birth, hemopoiesis first occurs in yolk sac of an embryo and later in the liver, thymus, spleen and lymph nodes of fetus. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു എംബ്രിയോ ആയിരിക്കുമ്പോൾ നമ്മുടെ യോഗ് സാക്കിലാണ് ഫസ്റ്റ് നമ്മുടെ ബ്ലഡ് സെല്ലിന്റെ ഫോർമേഷൻ നടക്കുന്നത്. പിന്നെ അത് ലിവറിൽ നടക്കും, തൈമസ്, സ്പ്ലീൻ, ലിംഫ് നോഡ് ഇങ്ങോട്ടേക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കും. പിന്നെ ഉള്ളത് നമ്മൾ ജനിക്കുന്നതിന് ഒരു 3 മാസം മുമ്പ് എന്ത് ചെയ്യുക, റെഡ് ബോൺ മാരോയാണ് പ്രൈമറി സൈറ്റ് ഓഫ് ഹീമോപോയിസിസ് എന്ന് പറയുന്നത്. പിന്നെ ത്രൂ ഔട്ട് ലൈഫ് ഈ റെഡ് ബോൺ മാരോയാണ് ബ്ലഡ് സെൽ ഫോർമേഷന് മീൻസ് കാരണക്കാരൻ. ഹി ഈസ് ദ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽ. അപ്പം നമ്മൾ ഈ ഇമേജ് കാണുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഒരു ഒരു ബോൺ എടുത്തു, അതിൽ യെല്ലോ ബോൺ മാരയുണ്ട്, അതുപോലെ റെഡ് ബോൺ മാരയുണ്ട്. അപ്പം ഇതിനകത്താണ് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത് റെഡ് ബോൺ മാരയുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോവാണ്. ഫസ്റ്റ് ഇതൊരു ബോണാണ്. ഓക്കെ, ഈ ബോണിൽ പെരിയോസ്റ്റിയം ഉണ്ട്, പിന്നെ യെല്ലോ ബോൺ മാരോ ഉണ്ട്, ബ്ലഡ് വെസൽ ഉണ്ട്. ഇത് സ്പോഞ്ചി ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിൽ ഈ സ്പോഞ്ചി ബോണ് കുറച്ചും കൂടെ ഒരു വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ബോൺ ടിഷ്യൂ ആണ്, ബോൺ ടിഷ്യൂ. ആ ടിഷ്യൂവിൻ്റെ ഉള്ളിൽ റെഡ് ആയിട്ടുള്ള സംഭവം കാണുന്നുണ്ടോ? ആ റെഡ് പോർഷൻ ആണ് റെഡ് ബോൺ മാരോ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് റെഡ് ബോൺ മാരോ ഈസ് ഹൈലി വാസ്കുലറൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ലൊക്കേറ്റഡ് ഇൻ ദ മൈക്രോസ്കോപ്പിക് സ്പേസസ് ബിറ്റ്വീൻ ട്രബിക്കുലേ ഓഫ് സ്പോഞ്ചി ബോൺ ടിഷ്യൂ. എന്ന് വെച്ചാൽ ട്രബിക്കുലേറ്റഡ് ബോൺ ടിഷ്യൂ ആണിത്, പിന്നെ ക്രോസ് ആയിട്ടുള്ളത്. അതിന്റെ ഇടയ്ക്കുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് റെഡ് ബോൺ മാരോ. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ റെഡ് പോർഷൻ ആണ് റെഡ് ബോൺ മാരോ. ഇനി ഈ റെഡ് ബോൺ മാരോ സെല്ലില് ഒരു ചെറിയ ശതമാനം സെൽസ് എന്ന് വെച്ചാൽ ഒരു 0.05 തൊട്ട് 0.1% സെൽസ് എന്ത് ചെയ്യാണ്, മീസെൻകൈം എന്ന് പറഞ്ഞ ഒരു ടിഷ്യൂവിൽ നിന്നാണ് ഡിറൈവ്ഡ് ആയിട്ടുള്ളത്. ദ ടിഷ്യൂ ഫ്രം വിച്ച് ഓൾമോസ്റ്റ് ഓൾ കണക്റ്റീവ് ടിഷ്യൂ ഡെവലപ്പ്, മീസെൻകൈം. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് ഓൾ കണക്റ്റീവ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് ഈ മീസെൻകൈം. ഇനി ഇതിൽ 0.05 തൊട്ട് 0.1% റെഡ് ബോൺ മാരോ സെൽ ഇല്ലേ, അതിന് പറയുന്നതാണ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ ഓർ ഹീമോസൈറ്റോപ്ലാസ്റ്റ്. ഇനി ഈ ന്യൂ ബോൺസിന് ഓൾ ബോൺ മാരോ റെഡ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, അത് ബ്ലഡ് സെൽ പ്രൊഡക്ഷനിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബ്ലഡ് സെൽ ഫോർമേഷൻ കുറയുന്നു. അപ്പൊ എന്ത് ചെയ്യും, റെഡ് ബോൺ മാരോ റീപ്ലേസ്ഡ് ബൈ യെല്ലോ ബോൺ മാരോ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാറ്റ് സെൽ. ഇപ്പൊ നമ്മുടെ നമ്മള് വയസ്സാകും തോറും നമ്മുടെ റെഡ് ബോൺ മാരോ യെല്ലോ ബോൺ മാരോയിലേക്ക് റിപ്ലേസ് ചെയ്യും. ഓക്കെ,
ഇനി നമ്മൾ ഈ ബ്ലഡ് സെൽസ് നമുക്ക് ഫോം ചെയ്യണമെങ്കിൽ ഈ പ്ലൂറിപോട്ടന്റ് സ്റ്റെം സെൽസ് ഇല്ലേ, അതെന്തായി മാറും? ടു ഫർദർ ടൈപ്സ് ഓഫ് സ്റ്റെം സെൽസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഒന്ന് മൈലോയിഡ് സ്റ്റെം സെൽസും ഒന്ന് ലിംഫോയിഡ് സ്റ്റെം സെല്ലും. Myeloid stem cell begin their development in red bone marrow and give rise to RBC, platelet, monocyte, neutrophil, eosinophils and basophils. അപ്പോൾ മൈലോയിഡ് സ്റ്റെം സെൽസ് ആണ് എന്തിനാ റെസ്പോൺസിബിൾ? ഈ RBCയുടെയും പ്ലേറ്റ്ലെറ്റിനൊക്കെ പ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ഈ മൈലോയിഡ് സ്റ്റെം സെൽസ് ആണ്. ഇത് റെഡ് ബോൺ മാരോ തന്നെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ സെൽസ് ഒക്കെ ഫോം ചെയ്യുന്നത്. പക്ഷെ ലിംഫോയിഡ് സ്റ്റെം സെൽ എന്താ ചെയ്യുക? അത് ആദ്യം ഒന്ന് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും, പക്ഷെ അത് അതിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ലിംഫാറ്റിക് ടിഷ്യൂസിലാണ്. പിന്നെ അത് ഗീവ് റൈസ് ടു ലിംഫോസൈറ്റ്സ്. അതാണ് ഈ മൈലോയിഡ് സ്റ്റെം സെല്ലും ലിംഫോയിഡ് സ്റ്റെം സെല്ലും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? എന്ന് വെച്ചാൽ മൈലോയിഡ് സ്റ്റെം സെൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഡെവലപ്മെന്റും സെൽസ് ഒക്കെ ഫോം ചെയ്യുന്ന ഈ റെഡ് ബോൺ മാരോ തന്നെയാണ്. പക്ഷെ നമ്മുടെ ലിംഫോയിഡ് സ്റ്റെം സെൽ എന്ത് ചെയ്യും? അതിന്റെ ഒന്ന് ഡെവലപ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ലിംഫാറ്റിക് ടിഷ്യൂസിലാണ്. എന്നിട്ട് ലിംഫോസൈറ്റ്സ് ഉണ്ടാകും. ഇനി ഹീമോപോയിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ചില മൈലോയിഡ് സ്റ്റെം സെൽ എന്തായി മാറും? പ്രോജെനിറ്റർ സെല്ലായിട്ട് മാറും. ചിലത് പ്രിഗേഴ്സർ സെല്ലായിട്ട് മാറും. ഈ പ്രോജെനിറ്റർ എന്നാണെന്നറിയാമോ? പ്രോജെനിറ്റർ എന്ന് വെച്ചാല് ഇതെന്ത് ചെയ്യും? ആർ നോ ലോങ്ങർ capable of reproducing themselves and are committed to giving rise to more specific elements of blood. അപ്പം അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ പ്രോജെനിറ്റർ സെൽസ് റീപ്രൊഡക്ഷൻ അങ്ങ് നിർത്തിയിട്ട് അവരൊരു സ്പെസിഫിക് എലമെന്റ്സ് ഓഫ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങ് തീരുമാനിക്കും ഈ പ്രോജെനിറ്റർ സെല്ല്. അതിനെ പറയുന്നതാണ് ഈ കോളനി ഫോമിങ് യൂണിറ്റ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ പ്രോജെനിറ്റർ സെല്ല് കുറച്ച് കോളനികളായിട്ട് മാറിയിട്ട് ഒരു സ്പെസിഫിക് എലമെന്റ്സ് ഓഫ് ബ്ലഡ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ കോളനി ഫോമിങ് യൂണിറ്റ് ഒന്ന് ഡെസിഗ്നേഷൻ ദെൻ ഹൈഫനറ്റ് ഇ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ കോളനി ഫോമിങ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് RBC ആണ് ഓർ എറിത്രോസൈറ്റ്സ് ആണ്. ദെൻ ചില സ്ഥലത്ത് ബേസോഫിൽ ആണെങ്കിൽ കോളനി ഫോമിങ് ബേസോഫിൽ ആണെങ്കിൽ അവിടെ ബേസോഫിൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സ്ഥലത്ത് ഗ്രാനുലോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളനികളുണ്ട്. അങ്ങനെ ഓരോ കോളനികളായിട്ട് ഇവർ തിരിയും. പിന്നെ അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ പ്രിഗൾസർ സെൽസ്, അതാണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ ബ്ലാസ്റ്റ് ഓവർ സെവറൽ സെൽ ഡിവിഷൻ ദ ഡെവലപ്പ് ഇൻ ആക്ച്വൽ ഫോംഡ് എലമെന്റ്സ് ഓഫ് ബ്ലഡ്. അപ്പൊ ഈ ബ്ലാസ്റ്റ് ആയി മാറും, പിന്നീട് ആ ബ്ലാസ്റ്റ് എന്തായി മാറും? ആക്ച്വൽ ഫോംഡ് എലമെന്റ്സ് ആയി മാറും. ഇപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോണോബ്ലാസ്റ്റ് എന്ത് ചെയ്യും? മോണോസൈറ്റ് ആയി മാറും. ഈസിനോഫിലിക് മൈലോബ്ലാസ്റ്റ് എന്ത് ചെയ്യും? ഈസിനോഫിൽസ് ആയി മാറും. അങ്ങനെ അത് ഓരോ ബ്ലാസ്റ്റ് എന്തായി മാറും? ശരിക്കുള്ള ആക്ച്വൽ ഫോംഡ് എലമെന്റ്സ് ആയിട്ട് മാറും. സെവറൽ ഹോർമോൺസ് ഈ പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അതിനെ പറയുന്നതാണ് ഹീമോപോയറ്റിക് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പം ഈ ഫാക്ടേഴ്സ് റെഗുലേറ്റ് ദ ഡിഫറൻഷിയേഷൻ ആൻഡ് പ്രോലിഫറേഷൻ ഓഫ് പർട്ടിക്കുലർ പ്രോജെനിറ്റർ സെൽസ്. പിന്നെ എറിത്രോപോയിറ്റിന് എന്ത് ചെയ്യും? എറിത്രോപോയിറ്റ് എന്ന് പറഞ്ഞ ഹോർമോണ് അല്ലെങ്കിൽ EPO, അതിന്റെ ഷോർട്ട് നെയിം, അതായത് നമുക്ക് നിക് നെയിം ഒക്കെ ഇടാം. അത് RBCയുടെ പ്രിഗേഴ്സേഴ്സിന്റെ നമ്പർ കൂട്ടുന്നുണ്ട്. പിന്നെ EPO എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? ആരാണ് ഉണ്ടാക്കുന്നത് EPO? കിഡ്നീസ് ആണ് EPO ഉണ്ടാക്കുന്നത്. ഈ കിഡ്നീസ് ആണ് എന്തുണ്ടാക്കുന്നത്? EPO ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ കിഡ്നി ട്യൂബുൾസിന്റെ അവിടെ കിടക്കുന്ന സെൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ പെരിട്യൂബുലാർ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്നൊക്കെ പറയും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും കിഡ്നിയൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ പെരിട്യൂബുലാർ ഇന്റർസ്റ്റീഷ്യൽ സെൽസിലാണ് എന്ത് ചെയ്യുക? ഈ EPO പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ത്രോംബോപോയിറ്റിൻ ഹോർമോൺ ഉണ്ട്. അതെന്ത് ചെയ്യും? ഈ ഹോർമോണാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫോർമേഷൻ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഫ്രം മെഗാകാരിയോസൈറ്റ്സ്. അപ്പൊ രണ്ട് ഹോർമോൺസ് ഉണ്ട്, എറിത്രോപോയിറ്റിനും പിന്നെ ത്രോംബോപോയിറ്റിനും. അടുത്ത ഹെമോപോയറ്റിക് ഗ്രോത്ത് ഫാക്ടർ ആണ് സൈറ്റോകൈൻസ്. Cytokines are small glycoprotein
that are typically produced by cells such as red bone marrow cell, leukocyte, macrophages, fibroblasts, and endothelial cells. ഈ സെൽസ് ഒക്കെയാണ് നമ്മുടെ സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബോൺ മാരോ സെൽ, ലുക്കോസൈറ്റ്, മാക്രോഫേജ്, ഫൈബ്രോബ്ലാസ്റ്റ്, ഇതൊക്കെ. പിന്നെ ഇതൊരു ലോക്കൽ ഹോർമോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഫങ്ഷൻ എന്താണ്? Cytokines stimulate proliferation of progenitor cell in red bone marrow and stimulate the activities of cells involved in non-specific defenses and immune responses. ഇമ്മ്യൂൺ റെസ്പോൺസസും പിന്നെ ഫാഗോസൈറ്റോസിസ് ഒക്കെ ഉണ്ടാകുന്ന സെൽസിനെയൊക്കെ അതിന്റെ പ്രോലിഫറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സൈറ്റോകൈൻസ് ആണ്. പിന്നെ 2 ഇമ്പോർട്ടൻറ്റ് ഫാമിലീസ് ഉണ്ട് that stimulate WBC formation. ഒന്ന് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സും രണ്ടാമത്തെ ഇന്റർലൂക്കിൻസും ആണ്. ഈ രണ്ട് സൈറ്റോകൈൻസ് ഫാമിലീസ് ആണ് നമ്മുടെ WBC ഫോർമേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഉള്ള സ്ലൈഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ റെഡ് ബോൺ മാരോ സെല്ലില് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ് നമ്മുടെ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ 0.05% തൊട്ട് 0.1% വരെയുള്ള ഒരു പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്, ആ പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ഓഫ് ഹീമോസൈറ്റോപ്ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുക, ഓരോ സെൽസ് ആയിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് ബ്ലഡ് സെല്ലായിട്ട് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് അല്ലെങ്കിൽ ഹീമോസൈറ്റോപ്ലാസ്റ്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, രണ്ട് ടൈപ്പായിട്ട് തിരിക്കാം. ഒന്ന് മൈലോയിഡും ഒന്ന് ലിംഫോയിഡും ആണ്. ഈ മൈലോയിഡ് പ്രോജനിറ്റർ സെൽസിൽ അത് ഡെവലപ്പ് ചെയ്ത് കുറെ കോളനി ഫോമിങ് യൂണിറ്റ്സ് ഒക്കെ ഫോം ചെയ്ത് ലാസ്റ്റ് ഈ ത്രോംബോസൈറ്റ്, എറിത്രോസൈറ്റ്, മാസ്റ്റ് സെൽ അങ്ങനെയുള്ള ഡിവിഷനുള്ള സെൽസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ മൈലോയിഡ് സെൽസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും റെഡ് ബോൺ മാരോ സെല്ല് തന്നെ ആയിരിക്കും. പക്ഷെ ലിംഫോയിഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റെഡ് ബോൺ മാരോ സെല്ലാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്ന ലിംഫാറ്റിക് ടിഷ്യൂസിലാണ്. ഈ സെൽസിന്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ലിംഫാറ്റിക് ടിഷ്യൂസിലാണ്. അതുകൊണ്ടാണ് ഈ ലിംഫോയിഡ് എന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ തിരിച്ചേക്കുന്നത്. അപ്പം ഈ ലിംഫോയിഡ് പ്രോജനിറ്ററിൽ മെയിനായിട്ട് വരുന്നത് നേച്ചുറൽ കില്ലർ സെല്ല് വരുന്നുണ്ട്, അതുപോലെ ലിംഫോസൈറ്റ് വരുന്നുണ്ട്. ലിംഫോസൈറ്റ് നമുക്ക് എന്ത് ചെയ്യാണ്? ടി ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റ്, പിന്നെ അത് ബി ലിംഫോസൈറ്റ് ആണ് പ്ലാസ്മ സെല്ലായിട്ട് മാറുന്നത്. ഇതേപോലെ നേച്ചുറൽ കില്ലർ ആണ് ലാർജ് ഗ്രാനുലാർ ലിംഫോസൈറ്റ് ആണ്, ഇത് സ്മോൾ ലിംഫോസൈറ്റ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബ്ലഡ് സെല്ലൊക്കെ ഫോം ചെയ്യുന്നത് റെഡ് ബോൺ മാരോ സെല്ലിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽ വഴിയാണ് അല്ലെങ്കിൽ ഹീമോസൈറ്റോബ്ലാസ്റ്റ് വഴിയാണ് ബ്ലഡ് സെല്ലൊക്കെ ഫോം ചെയ്യുന്നത്. മൈലോയിഡ് ഒറിജിൻ ഉണ്ട്, ലിംഫോയിഡ് ഒറിജിൻ ഉണ്ട്. പിന്നെ ബാക്കി മൈലോയിഡിന് ഈ സെൽസ് ഒക്കെ ഫോം ചെയ്യുന്നത് ത്രോംബോസൈറ്റ് ബേസോഫിൽ, ലിംഫോയിഡിനാണ് ലിംഫോസൈറ്റ് ഫോം ചെയ്യുന്നത്. RBC കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. RBCയുടെ ഒരു ഫുൾ ഫോം റെഡ് ബ്ലഡ് സെൽ ഓർ എറിത്രോസൈറ്റ്സ്. അവിടെ ഓക്സിജൻ ക്യാരിങ് പ്രോട്ടീൻ ഹീമോഗ്ലോബിൻ വിച്ച് ഇസ് എ പിഗ്മെന്റ് ദാറ്റ് ഗീവ്സ് ഓൾ ബ്ലഡ് ഇറ്റ്സ് റെഡ് കളർ. അപ്പം നമ്മുടെ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത്. ദെൻ അടുത്ത സെന്റൻസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹെൽത്തി അഡൾട്ട് മെയിൽ ഹാസ് അബൌട്ട് 5.4 മില്യണും ഫീമെയില് 4.8 മില്യണുമാണ് RBC ഉള്ളത്. അടുത്ത ഇതിനകത്ത് ഹിമാറ്റോക്രിറ്റിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എത്രമാത്രം RBC, ഈ ടോട്ടൽ ബ്ലഡ് വോളിയത്തിൽ എത്രമാത്രം RBC ഓക്യുപ്പൈഡ് ആയിട്ടുണ്ട് ഇൻ പെർസെൻറ്റേജ്, അതാണ് ഹെമാറ്റോക്രിറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഹെമാറ്റോക്രിറ്റ് മെയിൽ എത്രയാണ്? മെയില് 40 to 54 ആണ്, ഫീമെയിലോ 38 തൊട്ട് 46 ആണ്.
അപ്പൊ നമുക്ക് തോന്നും RBC ഫീമെയിൽ കുറവാണ്, ഹിമാറ്റോക്രിറ്റും ഫീമെയിൽ കുറവാണ്. അപ്പം ഇത് മെയിൻ ആയിട്ട് കാരണം മെയിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കൊണ്ടാണ്. ടെസ്റ്റോസ്റ്റിറോണ് എറിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞ കിഡ്നി സെൽസ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, എറിത്രോപോയിറ്റിൻ, EPO. ആ ഹോർമോണിന്റെ പ്രൊഡക്ഷന് ടെസ്റ്റോസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മെയിലില് RBCയും ഹിമാറ്റോക്രിറ്റൊക്കെ കൂടുതലായിരിക്കും, ഫീമെയിലില് കുറവായിരിക്കും. ഫീമെയിൽ ഓൾസോ മെൻസ്ട്രക്ഷൻ വഴി ധാരാളം ബ്ലഡ് പോകുന്നുണ്ട്, അതുകൊണ്ട് ഹെമാറ്റോക്രിറ്റ് ഈ റേഞ്ചിലായിരിക്കും. RBC അനാട്ടമി പഠിച്ചാലോ? RBC എന്ന് പറഞ്ഞാൽ ഒരു ബൈക്കോൺകേവ് ആയിട്ടുള്ള ഡിസ്ക് ആണ് വിത്ത് ഡയമീറ്റർ 7 to 8 മൈക്രോമീറ്റർ. മെച്യൂർ RBC ഹാവ് സിമ്പിൾ സ്ട്രക്ചർ, ഒരു സിമ്പിൾ സ്ട്രക്ചർ ആണ് എന്ന് വെച്ചാൽ പ്ലാസ്മ മെമ്പറേന് സ്ട്രോങ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, വിച്ച് അലൗസ് ദം ടു ഡിഫോം വിത്തൗട്ട് റപ്ചറിങ് ആസ് ദേ സ്ക്യൂസ് ത്രൂ നാരോ കാപ്പിലാരീസ്. RBC lack a nucleus and other organelles and can neither reproduce nor carry on extensive metabolic activities. RBCക്ക് ന്യൂക്ലിയസ് ഇല്ല, അതർ ഓർഗനൽസ് ഇല്ല, അപ്പോൾ അതിന് റിപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല, അതേപോലെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റില്ല. പിന്നെ RBCയുടെ സൈറ്റോസോൾ എന്ന് വെച്ചാൽ RBCയുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്, സൈറ്റോപ്ലാസം, അതിനകത്ത് 33% ഹീമോഗ്ലോബിൻ മോളിക്യൂളാണ്. അപ്പോൾ 33% of the cell weight is hemoglobin molecules. നമ്മൾ അനാട്ടമി കണ്ടു, ഇനി നമ്മൾ ഫിസിയോളജി കാണാൻ പോവാണ്. അപ്പോൾ ഫിസിയോളജിയിൽ എന്താണ്, RBC are highly specialized for their oxygen transport function. Because mature RBC have no nucleus, all their internal space is available for oxygen transport. RBC lack mitochondria and generate ATP anaerobically. Without oxygen, they do not use up any of the oxygen they transport. A biconcave disk has much greater surface area for the diffusion of gas molecules into and out of RBC than a sphere or a cube. നമുക്ക് എന്താ മനസ്സിലായ? ഇത് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഫംഗ്ഷന് വേണ്ടി. പിന്നെ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല, അതുകൊണ്ട് ഇന്റേണൽ സ്പേസ് ഫുള്ള് ഓക്സിജൻ നമ്മൾ വിട്ടുകൊടുത്തു. പിന്നെ മൈറ്റോകോൺട്രിയ ഇല്ല, അപ്പോൾ ATP ജനറേറ്റ് ചെയ്യുന്ന അനോറബിക്കിലാണ്. അപ്പോൾ RBCയുടെ ഉള്ളിലുള്ള ഓക്സിജൻ RBC തൊടുന്ന പോലും ഇല്ല, RBCക്ക് വേണ്ട ഓക്സിജൻ. പിന്നെ ബൈകോൺകേവ് ഡിസ്ക് ആണ്, അപ്പോൾ ഗ്രേറ്റർ സർഫസ് ഏരിയ ആണ്. എന്ത് ചെയ്യുക, ഗ്യാസ് മോളിക്യൂൾ അങ്ങ് RBCയുടെ ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ ഈസിയാണ് ഡിഫ്യൂസ് ചെയ്തു പോകും, റാദർ ദാൻ സ്ഫിയർ ഓർ ക്യൂബ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കുന്നത്. ഓരോ RBCയിലും 280 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഉണ്ട്. പിന്നെ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുകയാണ്. എ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് globin composed of 4 polypeptide chain to alpha to beta. A ring-like non-protein pigment called a heme is bound to each of the 4 chain. At the center of each heme ring is an iron atom, not atom, that can combine reversibly with one oxygen molecule, allowing each hemoglobin molecule to bind 4 oxygen molecules. Hemoglobin releases oxygen which diffuses first into the interstitial fluid and then into the cells. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഓരോ RBCയിലും 280 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഉണ്ട്. പിന്നെ ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളും 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്, 2 ആൽഫയും 2 ബീറ്റയും. പിന്നെ ഇവിടെ 4 ഹീം റിംഗ് ഉണ്ട്, അതിൽ സെൻട്രലിൽ ഫെറസ് അയോൺ ഉണ്ട്. പിന്നെ ഓരോ ഫെറസ് അയോണും 4 ഓക്സിജൻ മോളിക്യൂളായിട്ട് ബൈൻഡ് ഓരോ ഫെറസ് അയോണും ഒരു ഓക്സിജൻ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ മോളിക്യൂള് ബൈൻഡ് 4 ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഞാൻ കൺഫ്യൂഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം 4 ഹീം റിംഗ് ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ഫെറസ് അയോൺ ഉണ്ട്. ഒരു ഫെറസ് അയോണ് ഒരു ഓക്സിജൻ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ 4 ഫെറസ് അയോൺ അപ്പം എന്ത് ചെയ്യും, 4 ഓക്സിജൻ മോളിക്യൂൾ. അതായത് ഒരു ഹീമോഗ്ലോബിനിൽ 4 ഓക്സിജൻ മോളിക്യൂൾ ബൈൻഡ് ചെയ്യാൻ പറ്റും.
എന്നിട്ട് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്കും സെൽസിലൊക്കെ ഹീമോഗ്ലോബിൻ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. ഇവിടെ ഹീമോഗ്ലോബിന് നമ്മുടെ ടോട്ടൽ കാർബൺ ഡയോക്സൈഡ്, നമ്മുടെ ബോഡിയിലുള്ള ടോട്ടൽ കാർബൺ ഡയോക്സൈഡിന്റെ 23% ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഡ് ലങ്സിലേക്ക് പോകുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യുന്നു. പിന്നെ അത് എക്സലേഷൻ വഴി നിശ്വാസം വഴി പുറത്തേക്ക് പോകുന്നു. ഹീമോഗ്ലോബിന്റെ ഒരു റോളാണ് അത് ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. The gaseous hormone nitric oxide produced by the endothelial cells that line blood vessels bind to hemoglobin. Under some circumstances, hemoglobin releases NO. The released NO causes vasodilation that improves blood flow and enhances oxygen delivery to cells near the site of NO release. അപ്പം ഹീമോഗ്ലോബിന് ബ്ലഡ് ഫ്ലോ, ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ എൻഡോത്തീലിയൽ സെൽസ് നമ്മുടെ ബ്ലഡിന്റെ ഇന്നർ ലൈനിങ്ങിലുള്ള ബ്ലഡ് വെസലിന്റെ ഇന്നർ ലൈനിങ്ങിലുള്ള എൻഡോത്തീലിയൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്, ഗേഷ്യസ് ഹോർമോണാണ് നൈട്രിക് ഓക്സൈഡ്. അപ്പം നൈട്രിക് ഓക്സൈഡ് ഹീമോഗ്ലോബിൻ നൈട്രിക് ഓക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യും. സർട്ടൻ സർക്കംസ്റ്റാൻസസിൽ ഹീമോഗ്ലോബിൻ NO റിലീസ് ചെയ്യും. NO വാസോ ഡയലേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടും, അവിടെയുള്ള ഓക്സിജൻ ഡെലിവറി ഇൻക്രീസ് ചെയ്യും. ഈ സ്ലൈഡിൽ RBCയിൽ ഒരു എൻസൈം ഉണ്ട്, കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറഞ്ഞാല്, വിച്ച് കാറ്റലൈസ് ദ conversion of carbon dioxide and water into carbonic acid, which in turn dissociates into hydrogen ion and bicarbonate ion. This reaction is significant for two reasons. രണ്ട് reasons ഉണ്ട് സിഗ്നിഫിക്കൻ്റ് ആവാൻ വേണ്ടി. കാരണം ഒന്നാമത്തത്, നമ്മുടെ ബോഡിയിലുള്ള 70% കാർബൺ ഡയോക്സൈഡും നമ്മുടെ ടിഷ്യൂ സെൽസിൽ നിന്ന് ലങ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ് ഫോമിലാണ്. നമ്മൾ കണ്ടു 23% എന്താ നമ്മൾ പറഞ്ഞു, കാർബൺ ഡയോക്സൈഡായിട്ട് ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി 70% ബൈകാർബണേറ്റ് അയോൺ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെ ഹൈഡ്രജൻ അയോൺ, ബൈകാർബണേറ്റ് അയോൺ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമ്പം ഇതൊരു ബഫറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ അയൺസ്. ഇനി നമ്മൾ RBCയുടെ ലൈഫ് സൈക്കിൾ ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം. അപ്പം ഇവിടെ RBC എന്ന് പറഞ്ഞ ഒരു നമ്മുടെ സെല്ല്, ആ സെല്ലില് എന്താ പറയാ, ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ 120 days ആണ്. ബിക്കോസ് ഈ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല, അതർ ഓർഗനൽസ് ഇല്ല. അപ്പം അതിൽ എന്തെങ്കിലും റപ്ചർ ഉണ്ടായി തന്നെ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് 120 days വരെയാണ് എൻ്റെ ലൈഫ് സ്പാന്. അത് കഴിയുമ്പം ഇതെന്തെങ്കിലും ഡിസ്ട്രോയിഡ് ആവും. അതിനെ പിന്നെ മാക്രോഫേജസ്, നമ്മുടെ സ്പ്ലെയിൻ, ലിവർ, റെഡ് ബോൺ മാരോ, ഇവിടെയുള്ള മാക്രോഫേജസ് ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സ് വഴി ഡെത്തായിട്ടുള്ള RBC സർക്കുലേഷൻ റിമൂവ് ചെയ്യും. പിന്നെ നമുക്കറിയാം RBCയിലുള്ള ഉള്ളിലുള്ള കമ്പോണൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. അത് സെപ്പറേറ്റഡ് ആകും, ഹീമും ഗ്ലോബിനായിട്ട് മാറും. ഗ്ലോബിൻ പിന്നീട് അമിനോ ആസിഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, കാരണം ഗ്ലോബിൻ 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട് അതിനകത്ത്. അത് അമിനോ ആസിഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തും പിന്നെ അത് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി റിയൂസ് ചെയ്യും. ദെൻ ഹീം എന്ന് പറഞ്ഞ പോർഷനിനകത്ത് നമുക്കറിയാം അവിടെ നോൺ അയോണിക് പോർഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ Fe2+ അയൺ ഉണ്ട് ഹീമിന്റെ റിങ്ങിനകത്ത്. പിന്നെ ഹീം എന്ന് പറഞ്ഞ നോൺ അയോണിക് ആയിട്ടുള്ള പോർഷനും ഉണ്ട്. ആ പോർഷൻ ബിലിവേഡിനായിട്ട് മാറും. അത് പിന്നീട് ബിലിവേഡ് എന്ന് വെച്ചാൽ ഗ്രീൻ പിഗ്മെന്റ് ആണ്, അതൊരു യെല്ലോ ഓറഞ്ച് പിഗ്മെന്റ് ആയിട്ട് മാറും ബിലിറൂബിൻ. അത് നേരെ പോകുന്നത് ലിവറിലേക്കാണ്. ലിവറിൽ എന്ത് ചെയ്യുക, ബയൽ വഴി അത് എക്സ്ക്രീറ്റ് ആവും, എന്നിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തും. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ബിലിറൂബിൻ പിന്നീട് ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ എത്തും. അത് അവിടെയുള്ള ബാക്ടീരിയ ബിലിറൂബിനെ യൂറോബിലിനോജനാക്കി മാറ്റും.
യൂറോബിലിനോജൻ, മോസ്റ്റ് ഓഫ് ദ യൂറോബിലിനോജൻ സ്റ്റെർക്കോബിലിൻ ആകും. ഇതൊരു ബ്രൗൺ പിഗ്മെന്റ് ആണ്. അത് ഫീസസിന് ക്യാരക്ടറിസ്റ്റിക് കളർ നൽകുന്നുണ്ട്. പിന്നെ കുറച്ച് എമൗണ്ട് യൂറോബിലിനോജൻ നമ്മുടെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യും. പിന്നെ അത് കിഡ്നിയിലെത്തി എന്താണ് അബ്സോർബ് ചെയ്യുന്ന യൂറോബിലിൻ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ആയിട്ടാണ്. ആ യൂറോബിലിന് എന്തായി മാറും, യൂറിന് ഒരു യെല്ലോ കളർ കൊടുക്കുന്നത് ഈ യൂറോബിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള പിഗ്മെന്റ് ആണ്. പിന്നെ ഈ പോർഷനിൽ നമ്മൾ പറഞ്ഞ Fe3+ അയോണ് എന്തായി മാറും, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ടർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. അത് എന്നിട്ട് ലിവറിൽ ട്രാൻസ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ലിവറിൽ ഒരു സ്റ്റോറേജ് പ്രോട്ടീൻ ഉണ്ട്, ഫെറിറ്റിന്. ഈ ഫെറിറ്റിനുമായിട്ട് ഈ Fe3+ അയോണ് ബൈൻഡ് ചെയ്യും, എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മുടെ ബോഡിക്ക് നമ്മുടെ RBC പ്രൊഡക്ഷന് വേണ്ട അയൺസ് ഈ ലിവറിൽ നിന്നും Fe3+ ഇങ്ങനെ റിലീസ് ആകും. അത് പിന്നെയും ട്രാൻസ്ഫറിൻ പോയിട്ട് ബൈൻഡ് ചെയ്ത് നമ്മുടെ ഈ റെഡ് ബോൺ മാരോ സെല്ലിൻ്റെ അവിടെ എത്തും. അവിടെ RBCയുടെ പ്രിഗർസൽ സെല്ലുണ്ട്, നമുക്കറിയാവുന്ന പ്രോ എറിത്രോപ്ലാസ്റ്റ് ഉണ്ട്. ആ പ്രോ എറിത്രോപ്ലാസ്റ്റ് ഇതിന് എൻഡോസൈറ്റോസിസ് എന്നുള്ള പ്രോസസ്സ് വഴി ഈ അയണിനെ എടുക്കുന്നു. പിന്നെ അവിടെ ഗ്ലോബിൻ നമുക്കറിയാം ഹീമോഗ്ലോബിൻ്റെ സിന്തസിസിന് വേണം. പിന്നെ വൈറ്റമിൻ B12 വേണം, എറിത്രോപോയിറ്റിൻ വേണം. ഇങ്ങനെ അവിടെ ഇതൊക്കെ ഉപയോഗിച്ച് RBCയുടെ പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പം എറിത്രോപോയിസിസ് ഒരു വഴിക്ക് നടക്കുമ്പോൾ RBCയുടെ ഡിസ്ട്രക്ഷൻ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും സെയിം റേറ്റിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഇത് ഡിസ്ട്രോയ് ആകും, ഒരു സ്ഥലത്ത് സിന്തസൈസ് ചെയ്യും. അങ്ങനെ അത് ബാലൻസ് ആയിട്ട് പോകുന്നു. സ്ലൈഡിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എറിത്രോപോയിസിസ് ആണ്. എറിത്രോപോയിസിസ് എന്ന് വെച്ചാൽ RBCയുടെ പ്രൊഡക്ഷൻ ഇൻ റെഡ് ബോൺ മാരോ വിത്ത് എ പ്രിഗർസർ സെൽ ഇസ് കോൾഡ് പ്രോഎറിത്രോബ്ലാസ്റ്റ്. അപ്പം പ്രോഎറിത്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിഗർസർ സെല്ലിൽ നിന്നും RBC പ്രൊഡ്യൂസ് ചെയ്യുന്നു. എവിടെ? റെഡ് ബോൺ മാരോയിൽ. ഈ പ്രോഎറിത്രോബ്ലാസ്റ്റ് several times ഡിവൈഡ് ചെയ്ത് അത് producing cell that begin to synthesize hemoglobin. A cell near the end of development uses its nucleus and become a reticulocyte. അപ്പോൾ ആ സെല്ല് ഡെവലപ്മെന്റ് എൻഡിലെത്തുമ്പം അതിൽ ന്യൂക്ലിയസ് ഇജക്ട് ചെയ്യുന്നു, അത് റെറ്റിക്കുലോസൈറ്റ് ആയിട്ട് മാറുന്നു. ആ ന്യൂക്ലിയസ് ഇജക്ട് ചെയ്യുമ്പം ഈ സെന്റർ ഓഫ് ദ സെൽ ടു ഇൻഡന്റ് എന്ത് ചെയ്യാണ്, ഈ സെല്ല് കുറച്ചും കൂടെ കുഴിഞ്ഞിട്ട് ഒരു ബൈകോൺവേവ് ഷേപ്പായിട്ട് മാറുന്നു. അപ്പോൾ RBC അതുകൊണ്ടാണ് ഒരു ന്യൂക്ലിയസ് അത് ഇജക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഉള്ളിലേക്ക് ഇതായിട്ട് ചുരുങ്ങിയിട്ട് ഒരു ബൈകോൺവേവ് ഷേപ്പായിട്ട് മാറും. റെറ്റിക്കുലോസൈറ്റിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അത് മെച്യൂർ ആയിട്ടുള്ള RBC ആയിട്ട് മാറുന്നത് ഒരു 1-2 days ആഫ്റ്റർ ദ റിലീസ് ഫ്രം റെഡ് ബോൺ മാരോ. അപ്പം ആദ്യം എന്തായി മാറും, എറിത്രോപോയിസിസിൽ നടക്കുന്നത് പ്രോ എറിത്രോപ്ലാസ്റ്റ് കുറേ ഡിവൈഡ് ചെയ്ത് എന്തായി മാറും, റെറ്റിക്കുലോസൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ അതിന് ന്യൂക്ലിയസ് ഉണ്ടാവില്ല, അത് ന്യൂക്ലിയസ് ഇജക്ട് ചെയ്യുന്നത് അത് ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുങ്ങുന്നു. എന്നിട്ട് അത് റെഡ് ബോൺ മാരോയിൽ നിന്നും റെറ്റിക്കുലോസൈറ്റ് റിലീസ് ചെയ്ത് എന്തായി മാറും, 1-2 days കഴിഞ്ഞിട്ടാണ് അത് RBC ആയിട്ട് മാറുന്നത്. അപ്പോൾ റെറ്റിക്കുലോസൈറ്റിൽ മൈറ്റോകോൺട്രിയ ഉണ്ടാവും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാവും, റൈബോസോംസ് ഉണ്ടാവും. പക്ഷേ RBCയിൽ ഇതൊന്നും ഉണ്ടാവില്ല. നോർമലി എറിത്രോപോയിസിസും റെഡ് ബ്ലഡ് സെൽ ഡിസ്ട്രക്ഷനും ഒരേ സെയിം പേസിലാണ് നടക്കുന്നത്. ഒരിടത്ത് എറിത്രോപോയിസിസ് ആണെങ്കിൽ ഒരിടത്ത് ബ്ലഡ് സെല്ലിന്റെ ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ് falls because erythropoiesis is not keeping up with the RBC destruction. A negative feedback system steps up RBC production. അപ്പം ഈ RBC ഡിസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ എറിത്രോപോയിസിസ് നടക്കുന്നില്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ആവും. അത് RBC പ്രൊഡക്ഷൻ കാരണമാകും.
The controlled condition is the amount of oxygen delivered to body tissues. അപ്പം ഇത് കൺട്രോൾ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ എത്രമാത്രം ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് ഡെലിവർ ആകുന്നുണ്ട് എന്ന് വെച്ചാൽ എത്രമാത്രം ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ എറിത്രോപോയസിസ് മീൻസ് അതിൻ്റെ എറിത്രോപോയസിസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം സെല്ലുലാർ ഓക്സിജൻ ഡെഫിഷ്യൻസി കോൾഡ് ഹൈപ്പോക്സിയ മേ ഒക്കർ ഇഫ് ടു ലിറ്റിൽ ഓക്സിജൻ എൻ്റർ ദ ബ്ലഡ്. അപ്പം വളരെ കുറഞ്ഞ ഓക്സിജൻ മാത്രം നമ്മുടെ ബ്ലഡിൽ എത്തുകയാണെങ്കിൽ അതിന് പറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോക്സിയ ഓർ സെല്ലുലാർ ഓക്സിജൻ ഡെഫിഷ്യൻസി. അപ്പോൾ അവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ ലോവർ ഓക്സിജൻ കണ്ടന്റ് ആയിരിക്കും അനീമിയ ഉള്ള സമയത്ത്. അതേപോലെ എന്തെങ്കിലും സർക്കുലേറ്ററി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഓക്സിജൻ ഡെലിവറി കുറയ്ക്കും, ടിഷ്യൂസിലേക്കുള്ള ഓക്സിജൻ ഡെലിവറി കുറയ്ക്കും. ഇവിടെ ബോഡിയിൽ RBCയുടെ ഫോർമേഷൻ, RBCയുടെ അളവ് കുറയുമ്പോൾ എങ്ങനെയാണത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി എങ്ങനെയാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ RBC ഫോം ചെയ്യുന്നത്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മെയിൻ സ്റ്റിമുലസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ടിഷ്യൂസിന് ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ വരുമ്പോൾ, അതായത് ഹൈപ്പോക്സി കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ കിഡ്നിയിലുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റഡ് ആകുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യും, എറിത്രോപോയിറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു കിഡ്നി സെൽസ്. ദെൻ എറിത്രോപോയിറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റെഡ് ബോൺ മാരയിലുള്ള പ്രിഗേഴ്സർ സെല്ലുണ്ട് RBCയുടെ. ആ പ്രിഗേഴ്സർ സെല്ല് എന്ത് ചെയ്യും, മെച്യൂർ ആയിട്ടുള്ള റെഡിക്കുലോസൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. റെഡിക്കുലോസൈറ്റ്സ് റെഡ് ബോൺ മാരയിൽ നിന്നും സർക്കുലേറ്റിംഗ് ബ്ലഡിലേക്ക് പോയി കഴിഞ്ഞ് അത് മെച്യൂർ RBC ആയിട്ട് മാറും. അങ്ങനെ മെച്യൂർ RBC ആയി മാറി ബോഡിയിലുള്ള ഓക്സിജൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് ഈ മെക്കാനിസങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത്. സൈഡിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് പ്രിമച്വർ ന്യൂബോണ് അനീമിയ കാണിക്കാറുണ്ട്. കാരണം അതിൻ്റെ എറിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഇനാഡിക്വേറ്റ് പ്രൊഡക്ഷൻ കാരണം. അപ്പം ഫസ്റ്റ് വീക്കിൽ ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ കിഡ്നീസ് അല്ല എറിത്രോപോയിറ്റിൻ ഉണ്ടാക്കുന്നത്, ന്യൂബോൺസിൽ ലിവറാണ് എറിത്രോപോയിറ്റിൻ ഉണ്ടാക്കുന്നത്. ഇപ്പം ലിവർ പക്ഷേ ഹൈപ്പോക്സിക്ക് ലെസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഇപ്പം ആവശ്യത്തിന് RBC ഇല്ലെങ്കിൽ പോലും അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ച് കുഞ്ഞുമക്കളുടെ അല്ലെങ്കിൽ പ്രിമേച്ചർ ന്യൂബോണിൽ അതനുസരിച്ച് എറിത്രോപോയിറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ കുറച്ചും കൂടെ അനീമിയ വേഴ്സ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. Thank you for watching this video and I love you all. God bless you. Bye bye.